ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു സിറ്റുവേഷൻ ഇവർ എൻഡാക്കി എന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെ ബാലൻസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എൻഡിങ് ഓഫ് ദ സൈക്കിളാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ പോവുകയാണ്, ഒരു സൈക്കിൾ എൻഡാക്കിയിട്ട്. അപ്പോൾ ആ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ വളരെ എക്സൈറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹാപ്പി എനർജിയിലാണുള്ളത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണോ എടുത്തത് അതിൽ വളരെയധികം ഉറച്ചാണ് ഇവർ നിൽക്കുന്നത്. കാരണം ഇവരുടെ സ്ട്രെങ്തിലാണ് ആ ഒരു ഡിസിഷൻ ഇവർ എടുത്തത്. ഇവരുടെ അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ടിട്ടോ അങ്ങനെ ഒന്നുമല്ല, ഇവർ ഇവരുടേതായ രീതിയിലാണ് ആ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ അതിൽ ഇവർ ഭയങ്കരമായിട്ട് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചില സമയങ്ങളിൽ ചില ആൾക്കാർ ഇങ്ങനെയാണ്, അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനിങ്ങനെ തീരുമാനമെടുത്താൽ അവർക്ക് എന്തായിരിക്കും എന്നോട് തോന്നുക, അവർക്ക് വിഷമാവത്തില്ലേ, അങ്ങനെ വിചാരിച്ച് അവർ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറി അച്ഛനും അമ്മയ്ക്കും ഫേവറായിട്ടുള്ള രീതിയിൽ ഡിസിഷൻ എടുക്കും. പിന്നെ ആയിരിക്കും ഭാവിയിൽ ചിന്തിക്കുന്ന, അന്ന് ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ പശ്ചാത്തപിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയല്ല. അവരുടെ അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേൾക്കാതെ ഇവരുടെ ഇഷ്ടത്തിനാണ് ഇവർ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഡിസിഷനിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണിവർ. ചില ആൾക്കാരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ അവർ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനം എടുത്തിട്ട് പിന്നെ അവർ പശ്ചാത്തപിക്കുന്നു, അയ്യോ ഞാൻ അന്ന് അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. പക്ഷേ നമ്മൾ എല്ലാവരും ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇതാണ്, അതായത് നമ്മുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് കിട്ടുകയൊക്കെ തന്നെ ചെയ്യും. അത് നമുക്ക് ആരെക്കൊണ്ടും ആ ഒരു ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങൾ മാറ്റുവാൻ സാധിക്കുകയില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇവർ പ്ലാൻ ചെയ്യുന്നത് അനുസരിച്ചാണ് നടക്കുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഡെസ്റ്റിനി എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് ഇവരുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത്. ചില സമയം ഇവർക്ക് സത്യം തോന്നാറുണ്ട്. അതായത് ഇവരാരൊക്കെയാണോ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് അവർ ഇവരെ ചതിക്കുന്നു. ആരൊക്കെയാണോ വിശ്വസിക്കാത്തത് അവരായിരിക്കും ലാസ്റ്റ് നിമിഷത്തിൽ ഇവരെ സഹായിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തോന്നാറുണ്ട് എല്ലാം ഡെസ്റ്റിനിയുടെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത് എന്ന്. നിങ്ങളുടെ പേഴ്സണ് ചില കാര്യങ്ങളിൽ പശ്ചാത്താപമുണ്ട്. അതായത് ഇവർ ആരോടാണോ ക്രൂരമായിട്ട് ബിഹേവ് ചെയ്തത് അവരാണ് ലാസ്റ്റ് ഇവരെ സഹായിച്ചത്. ആരെയാണോ ഇവർ വളരെയധികം സ്നേഹിച്ചത് അവർ ഇവർക്ക് പിന്നിൽ ഇവരെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇവരുടെ മുന്നിൽ അവർ സ്നേഹം നടിച്ചു നിന്നത്. പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത് ആരാണ് ലാസ്റ്റ് കൂടെ ഉണ്ടായത്, ആരാണ് എന്നെ ലാസ്റ്റ് ചതച്ചിട്ട് പോയത് എന്ന്. പിന്നെയാണ് ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടായത്. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ആരുടെ കൂടെ മുന്നോട്ട് പോകണം, ആരെ വിട്ട് കളയണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു റിയലൈസേഷൻ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനി കറണ്ട് ഫീലിങ്സിൻ്റെ കാര്യം പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ഇമോഷണൽ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് ഇവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇവർ നിങ്ങളോട് മാപ്പ് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരാളാണ് ഇവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചത്. ഇത്രമാത്രം അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ച് പോയിട്ട് പോലും നിങ്ങളോട് ഇവർ ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. എപ്പോഴും നിങ്ങളോട് വഴക്കിടും, നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും, നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഇവർ പെരുമാറും. എപ്പോഴും നിങ്ങളെ സഫറിങ് തന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചിന്തിച്ചിപ്പോൾ ഇവർ സഫറിങ് അനുഭവിക്കുകയാണ്. അതായത് ഞാൻ എന്തുമാത്രം മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് എൻ്റെ പേഴ്സൻ്റെ കൂടെ കാണിച്ചത്, അങ്ങനെ ഞാൻ ഒരിക്കലും കാണിക്കുവാൻ പാടില്ലായിരുന്നു, അവർ എനിക്ക് അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം മാത്രമാണ് തന്നത് എന്നൊക്കെ ആലോചിച്ച് ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ്. ഇവിടെ ഇവരുടെ ബിഹേവിയറിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കാണാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു പുഴുവിൽ നിന്ന് ബട്ടർഫ്ലൈ ആയി മാറുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ സൺ ഇവിടെ റൈസായി വരികയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം നിങ്ങളുടെ പേഴ്സൺ കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതുമാണ്. ഇവിടെ നിങ്ങളെ ഇവർ വളരെയധികം സ്പൈ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ കോളോ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസീവ് ആകുന്നതാണ്.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും കറണ്ട് എനർജിയും. നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ എനർജിയുടെ കാര്യം പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോയിട്ട് കുറച്ചൊരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവ് നിങ്ങളോട് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കള്ളം പറയുക, ചതിക്കുക, മൂവ് ഓൺ ചെയ്യുക, ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ്. ഇവർ ആരിൽ നിന്നാണ് മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഏത് സിറ്റുവേഷനിലാണോ ഹേർട്ടായിട്ടുള്ളത്, സഫറിങ് അനുഭവിക്കുന്നത്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ഇത്രയും നാൾ ഇവർ തേർഡ് പാർട്ടി കാരണം നിങ്ങളെ സാക്രിഫൈസ് ചെയ്തു. ഇനി ഇവർക്ക് സാധിക്കുന്നില്ല. ഇവർ എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ആൾക്കാരെന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും, ഇവരുടെ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം എൻഡാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കണമെന്ന്, നിങ്ങളെ ചൂസ് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കുള്ളത് ഡെസ്റ്റൈൻ കണക്ഷനാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ യൂണിയനിലാകുന്നതാണ്. കാരണം ഇവിടെ ഒത്തിരി ആൾക്കാരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഡെസ്റ്റൈൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കണക്ഷൻസ് എല്ലാം യൂണിയൻ സംഭവിക്കുന്നതാണ്. നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 7 ആണ്. 7 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 7 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ആകുന്നതാണ്. ചില ആൾക്കാർക്ക് 24 അവേഴ്സിനുള്ളിൽ റെസൊനേറ്റ് ആകുന്നതാണ്. 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് യൂണിയൻ ആകുന്നുണ്ട് എങ്കിൽ നിങ്ങളെ തന്നെ ഒരു ഭാഗ്യശാലിയായിട്ട് കാണേണ്ടതാണ്. കാരണം നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു കണക്ഷൻ ഡെസ്റ്റൈൻ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ഒന്ന് ശ്രദ്ധാലുവായിട്ടിരിക്കേണ്ടതാണ്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഏഞ്ചൽസ് നേരത്തെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. കൂടുതലായിട്ട് ഇമോഷണൽ ആകുന്നത് നല്ലതല്ല, കൂടുതലായിട്ട് റൂഡാകുന്നതും നമ്മൾക്ക് ഒട്ടും തന്നെ നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡിവൈൻ ഫെമിനിസം, ഡിവൈൻ മാസ്കുലിനെ എപ്പോഴും ബാലൻസിൽ വയ്ക്കേണ്ടതാണ്. ഇവിടെ നെക്സ്റ്റ് മെസ്സേജ് പറയുന്നത് നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നത് അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.